ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഒരു പുതിയ വീടായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതെവിടെയാ സ്ഥലം എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാവേ. ഇപ്പം നിങ്ങൾ ഈ ക്ലൈമറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. എന്താ അല്ലേ, ശരിക്കും പറഞ്ഞാൽ മഴ പെയ്ത് കോട കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ലൊരു നമ്മൾ ഇത്ര ആൾ പോയ യാത്രയിൽ നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്ലൈമറ്റൊക്കെ കൂടുതലും മലമ്പ്രദേശങ്ങളിലൊക്കെയാണല്ലോ കൂടുതൽ കിട്ടുക. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറണമെങ്കിൽ എൻട്രി പാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി പാസ് ഒക്കെ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള എൻട്രി ഇവിടെ നിന്ന് ആട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ നടന്നു പോകാം, അതേപോലെ തന്നെ നമുക്ക് ജീപ്പ് സഫാരി ചെയ്യാം. നമുക്ക് താല്പര്യമുള്ള നമുക്ക് തിരഞ്ഞെടുക്കാം, ഓപ്ഷനിലാണ്. കാരണം നടന്നു പോകണമെങ്കിൽ 1.5 കിലോമീറ്ററുണ്ട്. ഇത്രയും തണുത്ത് നമുക്ക് നടന്നു പോകാന്നുള്ളത് നല്ലൊരു ടാസ്ക്കാണ്. പക്ഷെ വളരെ രസമായിരിക്കും. ഒത്തിരി ആൾ നടന്നൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് മടിയുള്ളതുകൊണ്ട് ജീപ്പ് സഫാരി. പിന്നെ ജീപ്പ് സഫാരി പറഞ്ഞുകൊണ്ട് വേറൊരു വൈബാണല്ലോ. നമ്മൾ ജീപ്പ് സഫാരിയാണ് തിരഞ്ഞെടുത്തത്. അപ്പം നമ്മൾ ജീപ്പിന് വെയിറ്റ് ചെയ്തുകൊണ്ട് ജീപ്പിലൊക്കെ കയറി പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ, നല്ല കോടയാ. അപ്പൊ ആൾക്കാര് ദൂരെ എന്നൊക്കെ വരുമ്പോൾ ന്യായം പോലെ കാണാം. അതാണത്. അടുത്ത് വരുമ്പോഴാണ് ആളുകൾ വരുന്നത് ശരിക്കും കാണാൻ പറ്റുന്നത്. ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ നല്ല തണുപ്പായതുകൊണ്ടൊക്കെ എല്ലാരും കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഉള്ളത്. നമ്മളും കോട്ടൊക്കെ ഇട്ടിട്ടാട്ടോ പോയത്. പിന്നെ നമ്മളവിടെ ചെന്നപ്പോ പറഞ്ഞോട്ട് ഇതാ നോക്കി, എന്താ രസം. അത് ഇവിടുത്തെ പ്രത്യേകത ഒന്നും ശ്രദ്ധിക്കണം, എല്ലാവരും വെറൈറ്റി കളർഫുൾ കോട്ട്സ് ഒക്കെ ഇട്ടിട്ടാട്ടോ വന്നാണ്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ വീഡിയോസിലും ഇങ്ങനെയൊക്കെ തന്നെ ആളുകൾ കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരുന്നത്. എപ്പോ വേണമെങ്കിലും ഇത്തരം ഉയർന്ന പ്രദേശമായതുകൊണ്ട് എപ്പോ വേണേലും മഴ പ്രതീക്ഷിക്കാം. തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അന്യായ തണുപ്പായിരുന്നു. കാറ്റ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇപ്പൊ കോട്ടയം ജില്ലയിൽ ഏറ്റവും ഉയർത്തി സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് ഇല്ലിക്കക്കല്ല്, അല്ലെങ്കിൽ ഇല്ലിക്കൽ മല എന്നൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. നമുക്ക് ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്നതാണ്. മീനച്ചിലാറ് കേട്ടിട്ടുണ്ടാവും. ഗോഡ്സ് ഓഫ് സ്മോൾ തിങ്സ്, അരുന്ധതി റോയ്. അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പൊ അതിനകത്തൊക്കെ മീനച്ചിലാറിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ മീനച്ചിലാറിന്റെ ഉത്ഭവ സ്ഥാനം ഇല്ലിക്കൽ കല്ലിൽ നിന്നാണെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മലയാണെന്ന്. അപ്പൊ ഇത് ഏകദേശം 4000 അടി മുകളിലാട്ടോ സ്ഥിതി ചെയ്യുന്നത്. 3 കല്ലുകൾ നമുക്ക് കാണാം. അപ്പോൾ ഒന്ന് കുടക്കല്ലിന്റെ ആകൃതിയിലും, ഒന്ന് സർപ്പക്കല്ലിന്റെ ആകൃതിയിലും, പിന്നൊന്ന് ഉയരം കുറഞ്ഞൊരു കൂനൻ കല്ലുമായിട്ടാണ് കാണുന്നത്. ഇത് കുടക്കല്ല്, കൂനൻ കല്ല്, സർപ്പക്കല്ല് അങ്ങനെ തന്നെയാണ് പറയപ്പെടുന്നത്. നേരത്തെയൊക്കെ നമുക്ക് അങ്ങോട്ട് ചെല്ലാനുള്ള ഒരു പാലം പോലെ ചെറിയൊരു വീതി കുറഞ്ഞൊരു മലം പ്രദേശം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരുപാട് അപകടങ്ങളൊക്കെ വരുന്നതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ആളുകളെ കയറ്റി വിടാതെയായി. ആ പാലത്തിന് വിശേഷണം കൂടെ ഉണ്ട് കേട്ടോ, നരകപാലം. അതായത് ഒത്തിരി അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ആളുകൾ അങ്ങോട്ട് കയറ്റി വിടാതെ ആയത്. അപ്പോൾ ഈ ചെറിയ മഴയും കോടയും തണുപ്പും ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ഐസ്ക്രീം കഴിക്കാനൊക്കെ തോന്നില്ലേ? അപ്പോൾ വെറൈറ്റിക്ക് നമ്മളും ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഒത്തിരി ആളുകൾ മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് പകുതി ഭാഗം എത്തുമ്പോൾ തന്നെ വണ്ടി ഓടിച്ച് കയറ്റാൻ പറ്റുന്ന ഭാഗം വരെ ചെല്ലുമ്പോൾ ഐസ്ക്രീം ഒരു വണ്ടി ഇട്ട് ഐസ്ക്രീം വിൽക്കുന്നുണ്ട്. അത്യാവശ്യം റേറ്റൊക്കെ വരുന്നുണ്ട് പുറത്ത് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ അവിടുത്തെ ഒരു ആംബിയൻസിന് നമുക്ക് കഴിക്കാൻ തോന്നും. അങ്ങനെ നമ്മൾ മേടിച്ച് കഴിച്ചു. അപ്പോൾ നമ്മുടെ കിറുക്കാണോ എന്ന് നോക്കി വന്നപ്പോൾ ഒത്തിരി ആളുകൾ മേടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്ന പൊട്ടിപ്പൊളിഞ്ഞ് പൂഴിമണ്ണാണ് കേട്ടോ. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഇതിൽ കൂടി വേണം നമുക്ക് നടന്ന് പോകാനായിട്ട്. അപ്പോൾ കുറച്ച് അഡ്വഞ്ചറാണ്, കാരണം പേടിയാവും. ചില സ്ഥലത്തൊക്കെ നല്ല ഹൈറ്റിലും താഴെയൊക്കെ ആയിട്ടാണ്. താഴത്തുനിന്ന് ഹൈറ്റിലേക്ക് കാല് ഭയങ്കരമായിട്ട് നമ്മൾ എടുത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്, പേടിയുമാവും. കാരണം കുത്തനെ ഇങ്ങനെ നിൽക്കുകയാണ് വഴി. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് അപകടങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഇങ്ങനെ സൈഡിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു ഉപകാരമാകും, കാരണം നമുക്കത് പിടിച്ച് കയറാൻ പറ്റും. ചെറിയൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി തന്നെ ആട്ടോ. പക്ഷേ പ്രകൃതി സ്നേഹിക്കുന്നവർക്ക് യാത്രകൾ തരുന്നൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അത് നമുക്ക് മറ്റെന്തുണ്ടെങ്കിലും കിട്ടില്ല. അപ്പോൾ പരമാവധി യാത്രകൾ ചെയ്യാൻ നോക്കുക, അതിൽ സന്തോഷം കണ്ടെത്താൻ നോക്കുക. അപ്പോൾ
ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ കാറ്റിൻ്റെ ശക്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് കാണിച്ചു തരികയാണ്. അതായത് കണ്ടോ, ഒരു ശരിക്കും അത്രയും കാറ്റുണ്ടോ, അത് ഒന്ന് ഇതായിപ്പോയാൽ കയ്യിൽ നിന്ന് വിട്ടുപോകും, അത്രയ്ക്ക് കാറ്റാണ്. അങ്ങനെ കുണ്ടും കുഴിയും മലയൊക്കെ താണ്ടി നമ്മൾ ഫൈനലി ഇതാ അതിൻ്റെ കോർണറിൽ അറ്റത്തെത്തിട്ടോ. പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇല്ലിക്കൽ കല്ല് കാണാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് കോടയാണ്. ഇവിടെ നിന്ന് അപ്പുറത്ത് നിൽക്കുന്ന ആരാധനയും കാണാൻ പറ്റില്ല, ചെറിയ ഡിസ്റ്റൻസിൽ പോലും. അപ്പോൾ പറയണ്ടല്ലോ, അപ്പോൾ അത്രയും മാറി നിൽക്കുന്ന കല്ല് നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അത് വലിയൊരു സങ്കടം തോന്നി. എന്നാൽ പക്ഷേ ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് കിട്ടിയതുകൊണ്ട് നമുക്ക് ആ സങ്കടം അങ്ങ് കണ്ടില്ല എന്ന് വെക്കാം. എനിക്കറിയാം, അയ്യോ അത് വേണ്ടി വരും, തിരിച്ച് വണ്ടി വരും.